സാറിന്റെ കയ്യിൽ കത്തിച്ചോ വയറിലായി. Check it out, yo. Wah, wah. I break it down. Yeah, yeah. Check it out, yo. Wah, wah. I do the beat back. Just come and dance with me. Wah, wah. Check it out, yeah. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെന്താ നമ്മുടെ ഫേവറേറ്റ് സ്ഥലം മേശപ്പുത്തിരി. അവിടെ ഹെലികോപ്റ്ററോടെ പോയി. അതുകൊണ്ട് നൊക്ലാജി സ്ഥലം നമ്മള് എന്താ പറയാ യൂണീക്കായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ഗൈസ്. ഹെലികോപ്റ്റർ പമ്പരോ കണ്ടിട്ട് പമ്പരായിട്ട് തോന്നില്ലല്ലോ ഗൈസ്. പമ്പരം മാനപ്പടക്കം വേണ്ട, അത് താഴെ. ഇതെന്താ നില പോയിട്ട് പൊട്ടു? ഇനി വേറെ എന്തെങ്കിലേ ഹെലികോപ്റ്റർ ഉണ്ട്, മേലെ പോയിട്ട് പൊട്ടുണ്ട്, ചെടി ഉണ്ട്. ഗൈസ് കയറി വന്നപ്പോൾ തന്നെ വെള്ളം തന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്ത രാഹുലിന്റെ വീട്ടുകാർ. നമ്മുടെ രാഹുലിന്റെ അനിയൻ. ഹായ് പറയും. ഹായ് ഹായ്. നമ്മുടെ കയ്യിലുള്ളതിൽ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ ആണെന്നാ പറഞ്ഞേ. 2000 RPM കറങ്ങുന്ന പറഞ്ഞേ. ഹെലികോപ്റ്റർ വിടാൻ പോകുന്നത് നിയാൽ. ഗൈസ് ഹെവി ക്യൂരിയോസിറ്റി. നിഹാൽ പറത്താൻ പോകുന്നു നമ്മുടെ ഹെലികോപ്റ്റർ. വെള്ളോ ഗൈസ് വെള്ളം റെഡിയാക്കാൻ പോകുന്നു. ഹെലികോപ്റ്റർ തീ പിടിച്ച ഹെലികോപ്റ്റർ പോയി. ഹെലികോപ്റ്റർ കത്തി ഗൈസ്. പറക്കുന്ന ഹെലികോപ്റ്റർ ഗൈസ്, പറക്കുന്ന ഹെലികോപ്റ്റർ. നൊക്ലാജി ആയിട്ടുള്ള ഐറ്റം മാലപ്പടക്കം. നിഹാൽ തിരികെ കൊടുക്കാൻ പോകുന്നു. പറഞ്ഞു ശരി കേട്ടോ. എന്താ മോനെ വേണ്ടട്ടോ എടാ മൂഞ്ചി മുട്ടൂടാ. നോക്കട്ടെ പോയിനൊക്കെ പടാ. ഗൈസ് അൽഷാഫി നമ്മുടെ എക്സ്ക്ലൂസീവ് പമ്പരം കത്തിക്കാൻ പോകുന്നു. കടന്നവൻ എണീക്കും. അയ്യോ ഞാൻ പേടിച്ചില്ല. ഈ മേടിച്ചില്ലല്ലോ. ഞാൻ മേടിച്ചില്ല. ഈ മേടിച്ചില്ലല്ലോ. എന്തോ ഷാഫി ഇതെന്തോ ഡോറാബജിയാണോ? ഇതാണ് വലിയ ഗൈസ് നമുക്കിനി ഡോറാബജി മേളിൽ പോയി പൊട്ടത്തേക്കണം. ഡോറാബജിയെ ഞങ്ങൾ മേളിൽ കൊണ്ടുപോയി പൊട്ടിക്കാൻ പോകും. ഓക്കെ എടുക്കുന്ന ആള് ഷാവിലാണ് ഗൈസ്. ഒന്നൊരു കത്തിച്ചാലും മുഖം കണ്ടില്ല. കണ്ടോളൂ തീരെ പിടിക്കാൻ പോന്നു. അയ്യോ അയ്യോ അടുത്തതായി
നിലത്ത് വെച്ചാൽ മേലെ പോയി പൊട്ടുന്ന ഇതിന് വരുന്നതിന് പടക്കം അലി വേണം എന്തെങ്കിലും ഇങ്ങോട്ടേ കത്തിച്ച് ഇവിടെ അയ്യോ പറ്റിച്ച് മേളിൽ പോയി പൊട്ടിയില്ല. എന്താ പറയാ പടക്കം പൊട്ടിക്കാനൊക്കെ പേടിയുള്ള ആൾക്കാർ ഇതുപോലെ ചെയ്യാം. അതായത് ആദ്യം ഒരു കമ്പി കത്തിക്കുക, എന്നിട്ട് അതിന്റെ കമ്പി എടുക്കുക, കോലിൽ കുത്തുക, ഈ ചക്രം അതിലിടുക, എന്നിട്ട് ഇതാണ് ഏറ്റവും ഡേഞ്ചർ. എക്സ്ക്ലൂസീവ് സാധനം ഗൈസ് ഇപ്പൊ കാണിച്ചാൽ എന്താവുന്നത്. എത്രയോ ആൾക്കാരെന്നെ സഹായിക്കും. കറങ്ങണില്ല സിഗ്നേച്ചർ നോ വറി ഉമ്മാര് എന്താ പേടിയില്ല ഒരു ഇതുപോലെ ചെയ്യാം. ഡോണ്ട് വറി അതിന്റെ അവിടെ വെക്കടി. വിഷുവിന്റെ തലേന്ന് നമ്മൾ രാഹുലിന്റെ വീട്ടിലെത്തി, പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ചു, എല്ലാം റെഡിയാക്കി. ഇനി നമ്മൾ അടുത്ത ചടങ്ങിലോട്ട് കിടക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് രാഹുലിന്റെ വീട്ടുകാരെ ഒരുക്കിയ വിഭവങ്ങളാണ് ഗൈസ് നമ്മളിവിടെ കാണുന്നത്. വിഷുവിന്റെ ഇതെന്താ കോളിഫ്ലവർ? ഇത് ഞണ്ട്, അതെനിക്കറിയാം. മത്തനല്ലേ? ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വിഷു ആഘോഷിക്കാൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. ഇനി ഞാൻ അതിന്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങട്ടെ. ഹായ് ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ചു പോകാണ്. രാഹുലെ ബൈ. നീയാലേ ഇതാ ഞങ്ങൾ പോട്ടെ അവിടെ. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ഫൈനലി വിഷു ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ രാഹുലിൻ്റെ അഞ്ചന അവിടെ വയ്യാണ്ടിരിക്കുന്നു. ഇന്നലെ ഓണായി നിന്ന ആളാ, പെട്ടെന്ന് ഓഫായി. കൈയുണ്ടാ അത് പോട്ടെ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ റൂമിൽ ഇത് ബാക്കിയുള്ള പടക്കം കാര്യങ്ങളും പടക്കമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ കത്തിച്ച് പൊട്ടിച്ച് ആഘോഷിക്കുന്നത്. തുടങ്ങാം. കം ഓൺ ഗൈസ്. ഓ വിഷു ആഘോഷിക്കാൻ മലപ്പുറത്ത് നിന്ന് എത്തിയ ഷിബിൽ. എടാടാ, ഞങ്ങളുടെ കൂടെ വിഷു ആഘോഷിക്കാൻ ഒരു ഡോഗ് കൂടി ഉണ്ട് ഗൈസ്. ഹലോ. അയ്യേ, ചക്രം റോട്ടിൽ കറങ്ങുന്നില്ല. നമ്മളിനി ഇവിടെ ഇട്ടിട്ട് ഇവിടെ കറക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെയാണ് ഗൈസ് ചക്രം കറക്കാൻ പോകുന്നത്. ഇതിവിടെ വെക്കുന്നു, തിരി ഇവിടെ കൊടുക്കുന്നു, സാധനം കറങ്ങുന്നു. ഗൈസ് നമ്മൾ ചക്രം കത്തിക്കാൻ പോകുന്നു. എന്താടാ കത്താത്തെ? മലപ്പുറത്ത് നിന്ന് എത്തിയ ആള് ഇതേ കൊടുക്കുന്നത്. എടാ എന്തൊക്കെയാ പറ്റിണ്ട് കേട്ടോ. ഒരു പവർ ഇല്ലല്ലേ നമ്മളാ കൊണ്ടുവന്നിട്ട് അവിടുന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പവറായിട്ടോ.
എല്ലാ ഐറ്റംസിനും പവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് എന്താണെന്ന് അറിയില്ല, എന്തൊക്കെ കുറെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് സാധനം ബാക്കിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഇന്നലെ അതിശയിപ്പിച്ച സാധനം അല്ലേ ഷാവിലെ? ആ ഈ സാധനം അല്ലല്ല, ഇത് എണീറ്റ് നിന്നിട്ട് പമ്പരം പോലെ കറങ്ങൂടാ സീന് സാധനം. മോനെ കിണ്ണ സാധനം. അത് വെക്ക് വെക്ക് ഞാനല്ലേ വെച്ചോ. ആ ഇനി ഇത് സീന് സാധനം. മോനെ അപ്പൊ ഹാപ്പി ആയി. കഴിഞ്ഞു കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളടുത്ത് ഒന്നുമില്ലല്ലേ? പരിപാടി കഴിഞ്ഞു ഗായ്സ്, എല്ലാം തീർന്നു ഗായ്സ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.